ഈസി ആയിട്ട് ഒരു വെജിറ്റബിൾ കുറുമ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് തലേദിവസം കുതിർത്ത് വെച്ച 1 കപ്പ് ഗ്രീൻ പീസ്, 2 ചെറിയ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, ഇവയെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളം ഇവയെല്ലാം കൂടെ ഒഴിച്ച് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറുമയ്ക്ക് ആവശ്യമായ കോക്കനട്ട് മിൽക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി എടുക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാകാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുക. പെരിഞ്ജീരകം ഓപ്ഷണലാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇവയെല്ലാം കൂടെ കളർ മാറാനൊന്നും നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. വെജിറ്റബിൾ ആവശ്യത്തിന് കുക്കായ ശേഷം അതിലേക്ക് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ്, എരിവ് ഇവയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എരിവ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം. കുറുമയ്ക്ക് ഗ്രേവി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്ത് ഇത് കുറച്ച് ലൂസാക്കാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് പൗഡറിന് പകരം നമുക്ക് പച്ചത്തേങ്ങ അരച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുകയോ ചെയ്യാവുന്നതാണ്.